ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ചെറുപഴം വെച്ച് സിമ്പിളായിട്ട് തന്നെ ആവിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പലഹാരത്തിനും അത്യാവശ്യം നല്ലൊരു കളർ ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മെൽറ്റായി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴമാണ്. അപ്പോൾ ഒരു 6 ചെറുപഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പഴം വേണമെങ്കിലും നിങ്ങൾക്കത് എടുക്കാം. അതിന് പകരമായിട്ട് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം ആയതുകൊണ്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഒരു തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ റെഡിയാക്കി എടുത്ത ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് അപ്പോൾ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ അളവിൽ ഇത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ രീതിയിൽ മതിയെങ്കിൽ നിങ്ങൾ പഴത്തിൻ്റെ അളവും ഒക്കെ ഒന്ന് പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. ഒരു കപ്പിലേക്ക് 2 പഴം എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരല്പം വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ഇനി വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൊടിയിലേക്ക് ഈ ഒരു പഴം എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അതിനുശേഷം മെൽറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയിട്ട് പോകും. നമ്മൾ ആ ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ പൊടി നന്നായിട്ട് തന്നെ വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുത്ത ആ ഒരു സമയത്ത് അതിലേക്ക് വെറും 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പഴം അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ശർക്കരയിലേക്കോ അല്ലെങ്കിൽ പഴത്തിലേക്കോ ഒക്കെ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ലൂസായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി വെച്ചിട്ടും ഈ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു ലൂസിലാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസും അല്ല നമ്മുടെ ബാറ്റർ, ഒരുപാട് തിക്കും അല്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വറുത്തിട്ടല്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി വറുത്തിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇടയിൽ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് തേങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സോ കിസ്മിസോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തിൽ നിന്നും പകുതി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കുറച്ചുകൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള ഒരു 1/4 ഭാഗം കൂടെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ വാഴയിലയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോണായിട്ടാണ് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. വാഴയില ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കോണാക്കി എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ കോണാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ അതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ബാക്കി ഇലകൾ കൂടെ ഞാൻ ഇതേ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഴയിലയുടെ അത്യാവശ്യം കട്ടിയുള്ള ഭാഗത്തുള്ള ഇല വേണം കേട്ടോ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല പോലെ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ.
അപ്പോൾ ഇതുപോലെ കോണാക്കി എടുക്കുന്ന സമയത്ത് താഴെ ഭാഗത്ത് വലിയ ഹോൾസ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലൂടെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നല്ല പോലെ കോണാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലെല്ലാം കോണാക്കി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാവ് ഇതുപോലെ ടീസ്പൂൺ വെച്ചിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ പലഹാരത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പലഹാരം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മാവ് ഓരോ ഇലയിലും 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇലയിലൊന്ന് നിറച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ഇലകളെല്ലാം തന്നെ ഇതുപോലെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആവിയിൽ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പൊന്നും അത്ര കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇലയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 25-30 മിനിറ്റ് വരെയാണ് കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വാഴയിലയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറോട് കൂടെ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെച്ച് കൊടുത്ത ആ ഒരു സമയത്ത് അതിങ്ങനെ ചെരിഞ്ഞു പോയതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുള്ളത്. എന്നാലും നമ്മുടെ പലഹാരം നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടെ കഴിക്കുന്ന സമയത്ത് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒരു ഒട്ടുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ചെറുപഴവും ഗോതമ്പും വീട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.